നൂറ, ഞാൻ നിനക്ക് ആദ്യമൊക്കെ ഒരു നമ്പർ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ആര് നമ്പർ എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തത്? ആ നമ്പർ ഇപ്പോഴും നിങ്ങളുടെ കബോർഡിലുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളുടെ നമ്പർ എന്റെ കയ്യിലും ഉണ്ട്. ആദില പൊട്ടിച്ചിട്ട് പോയൊരു ബോംബുണ്ടായിരുന്നു. അനുമോളുടെ PR-ന്റെ നമ്പർ ആദിലയ്ക്ക് കൊടുത്തു. നമ്മുടെ അക്ബറിനെ തേജോവധം ചെയ്യണം പുറത്തെന്നുള്ള രീതിയിൽ. അപ്പം അതിൻ്റെ പേരിൽ ഇവിടെ വലിയൊരു സംഘർഷവും പ്രശ്നങ്ങളുമായിരുന്നു ലൈവിൽ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് നടന്നുകൊണ്ടിരുന്നത്. ആ സമയത്ത് അനുമോൾ പോയിട്ട് നൂറയോടുത്ത്, കാരണം ആദില ഇപ്പോൾ ഇവിടെ ഇല്ല, ആ സമയത്ത് അനുമോൾ പോയിട്ട് നൂറയോട് ചോദിച്ചതാണ് അത് ആരുടെ നമ്പറാണ്. നൂറയ്ക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം ആദില കളിക്കുന്നുണ്ട് അത്രയും ചീപ്പ് ഗെയിം നൂറ കളിക്കാറില്ല. ആദില പക്ക ഫേക്കാണ്. അത്രയുമൊന്നും നൂറ കളിക്കാറില്ല. അപ്പം നൂറയുടെ അടുത്ത് ഈ കാര്യം പോയി ചോദിക്കുമ്പം നൂറ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് ആരുടെ നമ്പറാണെന്ന്. അതിന്റെ വീഡിയോ ഇപ്പൊ കാണാം. അത് ചേച്ചിയുടെ നമ്പറാണ് എന്നുള്ള രീതിയിൽ നൂറ നല്ല വ്യക്തമാക്കി പറയുന്നുണ്ട്. കാരണം നൂറയ്ക്ക് അനുമോളുടെ മുഖത്ത് നോക്കി കള്ളം പറയാൻ പറ്റത്തില്ല. അത് PR-ന്റെ നമ്പറാണ് അനുമോൾ കൊടുത്തതെന്ന് മുഖത്ത് നോക്കി നൂറയ്ക്ക് പറയാൻ പറ്റാത്തത് കൊണ്ട് നൂറ അത് പറഞ്ഞു. ആദ്യമായിട്ട് ജിഷിൻ ഈ കാര്യം വന്ന് ചോദിക്കുന്ന സമയത്ത് അനുമോൾ ആണയിട്ട് ജിഷിൻ്റെ അടുത്ത് പറയാണ്, ഞാൻ ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടില്ല, അമ്മയെ കൊണ്ട് സത്യം ചെയ്യാണ്, ദൈവങ്ങളെ വിളിച്ച സത്യം ചെയ്യാണ്, ഒരിക്കലും ഇങ്ങനൊരു കാര്യം ഞാൻ പറയത്തില്ല. കാരണം അവൾ എൻ്റെ അടുത്ത് ചോദിച്ച സമയത്ത് ഞാൻ എൻ്റെ വീട്ടുകാരുടെ നമ്പറാണ്, എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അതേപോലെ എൻ്റെ നമ്പർ മാത്രമേ എനിക്ക് കാണാതെ അറിയത്തുള്ളൂ. ഇത് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അത് ഇപ്പോഴൊന്നും അല്ല, ഒരുപാട് ആഴ്ചകൾക്ക് മുൻപേ ആദില എവിക്റ്റ് ആകുമെന്ന് തോന്നിയ ഒരാഴ്ച ഈ വന്ന സമയത്തും അല്ല, ഒരുപാട് ആഴ്ചകൾക്ക് മുൻപേ ഇവർ പരസ്പരം എഴുതി കൊടുത്ത നമ്പറുകളാണ്. അനുമോൾ ചോദിക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ എന്നോട് ചെയ്യാൻ മാത്രം ഞാൻ ഇവരോട് എന്ത് ചെയ്തു? ഞാൻ ഇവരോട് എന്ത് ദേഷ്യത്തിൻ്റെ പുറത്താണ് ഇവരെൻ്റെ അടുത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ കാണിക്കുന്നത്? ഞാൻ ഇവരെക്കുറിച്ച് ഒരു വീഡിയോയുടെ മുൻപിലോ ഒരു സ്ഥലങ്ങളിലോ പോയിട്ട് ഒരു രീതിയിൽ മോശമായിട്ട് പെരുമാറിയിട്ടില്ലാത്ത രണ്ട് വ്യക്തികളാണ് ഈ ആദില നൂറ. ഇത്രയും സഹോദരിമാരെ പോലെ ഞാൻ സ്നേഹിച്ചിട്ട് ഇവർ എന്നോട് എന്തിനീ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അനുമോൾ അലമുറയിട്ട് കരയുവാണ്. അതിനുശേഷം നമ്മുടെ അനുമോൾ പറയുന്നുണ്ട് ഇങ്ങനത്തെ സ്വഭാവക്കാരിയാണ് ആദില. ആദിലയുടെ സ്വഭാവം വളരെ വ്യക്തമായിട്ട് പഠിച്ചിരിക്കുന്ന ഒരാളാണ് ഞാൻ. അവൾക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവൾക്ക് വായി തോന്നുന്ന കള്ളം വിളിച്ച് പറയുന്ന ഒരു വ്യക്തിയാണ് ആദില. ഇതിനു മുൻപേ പല സന്ദർഭങ്ങളിലും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. ആദിലെ ഞാനും അക്ബറും ഒക്കെ കൂടെ അമ്മൂമ്മയാണെന്നും എന്തൊക്കെയോ പറഞ്ഞ് കളിയാക്കിയ സമയത്ത് എൻ്റെ പല്ലിൽ എന്തോ വെപ്പ് പല്ലാന്നുള്ള രീതിയിലോ സിലിക്കോൺ ആണെന്നുള്ള രീതിയിലോ ആദില പറഞ്ഞു. അത് ഞാൻ അവളോട് പറഞ്ഞെന്നുള്ള രീതിയിലാണ് അവൾ കള്ളം പറഞ്ഞത്. ലാസ്റ്റ് ഞാനും നൂറയും കൂടെ അവിടെ ദേഷ്യപ്പെട്ട് ഈ ഫ്രണ്ട്ഷിപ്പ് ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യും എന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് അവളോട് ദേഷ്യപ്പെട്ട സമയത്ത് അവൾ സമ്മതിച്ചു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്. അത് ഈ കാര്യങ്ങൾ മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ ഇല്ലാത്തത് ഉണ്ടാക്കി പറഞ്ഞൊരു പ്രകൃതക്കാരിയാണ് ആദില എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയുകയാണ്. അവിടെ പലരും കേൾക്കുന്നുണ്ട്, നമ്മുടെ ഈ ഷൈത്തയും ബീൻസും ഒക്കെ പോയിട്ട് കളിയാക്കുന്നുണ്ട്. നൂറ ഒന്നും മിണ്ടാതെ അവിടെ ഇരിക്കുകയാണ്. കാരണം നൂറയ്ക്കറിയാം വ്യക്തമായിട്ട് എന്താണ്. നൂറ ഒരു വാക്കുപോലും അവിടെ പറയുന്നില്ല. കാരണം നൂറയ്ക്കത് പറയാൻ പറ്റത്തില്ല അനുമോളുടെ മുഖത്ത് നോക്കി. കാരണം അനുമോൾ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ടില്ല. അനുമോൾ ചെന്നിട്ട് അക്ബറിൻ്റെ അടുത്ത് ചെന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട് ഇങ്ങനൊരു കാര്യം. അപ്പം അക്ബർ പറയാണ് എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല, നീ നിൻ്റെ മുഖം വെളുപ്പിക്കാൻ വേണ്ടി നോക്കുക, അത് നടക്കത്തില്ല. എന്നിട്ട് അക്ബർ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അക്ബറിനോട് എന്താണ് ആദില പറഞ്ഞിരിക്കുന്നത് അറിയോ? ഈ അനുമോൾക്ക് ആയിരുന്നു അക്ബറിൻ്റെ അടുത്ത് ദേഷ്യം. അനുമോൾ കുറ്റങ്ങൾ പറഞ്ഞു കൊടുത്താണ് ഈ ആദിലെ നൂറയും അക്ബറിനോട് മിണ്ടാതായെന്ന്. എന്തോരം കള്ളികളാണ് ഈ ആദിലെ നൂറയും. എനിക്കത് കേട്ടപ്പോൾ ഉണ്ടല്ലോ, ശരിക്കുമാണ് ഈ കള്ളികളായിട്ടുള്ള ഈ ആദിലയുടെയും നൂറയുടെയും കറക്റ്റ് സ്വഭാവം. ഈ അക്ബറിനോട് അനുമോളുടെ ദേഷ്യം കൊണ്ടാണ് ആദിലെ നൂറയും മിണ്ടാതെ നടന്നതും അക്ബറിനെ കുറ്റം പറഞ്ഞതും. ഒരിക്കലുമല്ല. ആ പറഞ്ഞ പോലെ ഒരു കള്ളത്തരം അത് പുറത്ത് ചെന്നിട്ട് വീഡിയോ കാണുമ്പോൾ അക്ബറിന് മനസ്സിലാവും. ആദിലയ്ക്കും നൂറയ്ക്കും വ്യക്തമായിട്ടുള്ള റീസൺസ് ഉണ്ട് അക്ബറിനെ എതിർക്കാനും. അവർക്കൊരാളെ ഇഷ്ടമല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ആളുടെ അടുത്ത് അവർക്ക് മാക്സിമം രണ്ടുപേരും ശരിക്കും അയാളെ ചവിട്ടിത്താഴ്ത്താൻ ഏതറ്റം വരെയും പോകുന്ന ഒരാൾ. അതിപ്പോൾ കൂടെ നിൽക്കുന്ന ആൾക്കാരെന്ന് പോലും ചിന്തിക്കില്ല. ഷാനവാസ് എന്തോരം സ്നേഹിച്ചതാണ്, അനുമോൾ എന്തോരം സ്നേഹിച്ചതാണ്. ഈ രണ്ടുപേരെയും ചവിട്ടിത്താഴ്ത്തിയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ പിന്നെ അക്ബറിനെ അധികം ഇഷ്ടമില്ലാത്തൊരു അക്ബറിനെ നല്ല രീതിക്ക് ഈ ആദില നൂറ നല്ല രീതിക്ക് അക്ബറിനെ പറയുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അനുമോളാണ് എല്ലാത്തിനും കാരണക്കാരി. അത് മാത്രമല്ല, നൂറ ഇന്നലെ പറഞ്ഞ വേറൊരു ക്ലിപ്പിംഗ് ഞാൻ കാണിച്ചു തരാം. ബാക്കി എന്താ എനിക്ക് പറയാൻ താല്പര്യമല്ലോ. ആരെ കുറിച്ചാ? എന്നെ കുറിച്ച് അതെല്ലാരെയും പറ്റിയൊക്കെ പക്ഷെ എന്നെ ബാധിക്കും, നിങ്ങളെ ബാധിക്കും. എന്താ പറഞ്ഞേ? ഇല്ല, പറയാൻ താല്പര്യമില്ല, ചോദിക്കല്ലേ. ഇത് നൂറ ചെന്ന് അക്ബറിൻ്റെ അടുത്ത് പറയുകയാണ്, ഇത്രയും വൃത്തികെട്ട കാര്യങ്ങൾ അനുമോൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നിട്ടുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അക്ബറിക്കോട് മിണ്ടാത്തത്. ബാക്കിയുള്ളതൊക്കെ അറിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, നെഞ്ചു പൊട്ടി ചാകുമെന്നൊക്കെ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ പറയാം എന്നുള്ള രീതിക്ക്.
ഇവരെന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇതിനകത്ത് അനുമോൾക്ക് എന്ത് തെറ്റ് ഇവരുടെ അടുത്ത് ചെയ്തത്? ഒരിക്കൽ പോലും മറ്റുള്ളവരുടെ മുമ്പിൽ വന്നിരുന്ന് ഒരാളുടെയും എന്നുവെച്ചാൽ എല്ലാവരുടെയും ഞാൻ പറയുന്നില്ല, ഈ സ്നേഹിക്കുന്ന ആൾക്കാരുടെ ശൈത്യയുടെ ആയിക്കോട്ടെ, ആതിരയുടെ ആയിക്കോട്ടെ, നൂറയുടെ ആയിക്കോട്ടെ, ഒരിക്കലും ഒരു കുറ്റം പറയാത്ത ഒരാളാണ് അനുമോള്. അവൾ തന്നെ എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, നെവിൻ്റെ അടുത്തൊക്കെ ചോദിക്കുന്നുണ്ട്, എടാ നെവിനെ ഞാൻ എപ്പോഴെങ്കിലും ആതിരയുടെ നൂറയുടെ കുറ്റം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ എവിടെയെങ്കിലും പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്ത് തെറ്റ് ചെയ്തിട്ടാണ്, എന്ത് കുറ്റം ചെയ്തിട്ടാണ് ഇപ്പോൾ ഇവർ ഇങ്ങനത്തെ ഒരു കാര്യം പറയുന്നത്? അനുമോൾ ഇതിനകത്ത് ഒരു ആൻസറേ ഉള്ളൂ, വന്ന് കയറിയവരാണ് റീസൺ. ആദില, നൂറ ആസ് എ കണ്ടസ്റ്റൻറ്റ് ഈസിലി മാനിപ്പുലേറ്റഡ് ആവുന്ന 2 പേരാണ്, ഈസിലി മാനിപ്പുലേറ്റഡ് ആവുന്നത്. ഈ ശൈത്യ വന്നു, അതേപോലത്തുള്ള ബാക്കി സരിക വന്ന് കയറിയപ്പോൾ തന്നെ എല്ലാവരുടെയും ടാർഗറ്റ് അനുമോളായിരുന്നു. അനുമോളെ അടിച്ചിടുക, അക്ബറിനെ രക്ഷിക്കുക, അല്ലെങ്കിൽ അക്ബറിനെ വിന്നറാക്കുക. ഇതിനകത്ത് നൂറ, ആദില എന്ന 2 കണ്ടസ്റ്റൻസിനെ കുറിച്ച് ഇവർ ചിന്തിക്കുന്നേ ഇല്ല. അങ്ങനെ ശൈത്യ ചിന്തിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അനുമോൾക്ക് എഗെയിൻസ്റ്റായിട്ട് നൂറേനെയും ആദിലേനെയും ശൈത്യ നിർത്തത്തില്ല. കാരണം ശൈത്യ പുറത്തുനിന്ന് വന്ന ഒരാളാണ്. ശൈത്യക്കറിയാം പുറത്തെ ഒരു അന്തരീക്ഷം എങ്ങനെയാണെന്ന്. അനുമോൾക്കെതിരെ ആദിലേയും നൂറേയും കളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഇവർക്ക് നെഗറ്റീവ് അടിക്കും എന്ന് നല്ല വ്യക്തതയുള്ളൊരു വ്യക്തിയാണ് ശൈത്യ. ബാക്കി എല്ലാവരുടെയും കാര്യം പോട്ടെ, ആ സമയത്ത് ശൈത്യ വന്ന് ഇവർക്ക് എഗെയിൻസ്റ്റായിട്ട് കളിപ്പിക്കുമോ ആദിലേയും നൂറേയും? അപ്പോൾ എന്തുകൊണ്ട് ശൈത്യയെ പോലെ ഒരു ഫ്രണ്ട് അനുമോൾക്കെതിരെ അവിടെ വന്ന് കളിപ്പിച്ചത് എന്തിനാ ഈ സരികയൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ആദിലയുടെ നൂറയുടെ അടുത്തും ഇങ്ങനത്തുള്ള കള്ളങ്ങൾ പറഞ്ഞ് അനുമോൾക്കെതിരെ തെറ്റിച്ചത് എന്തിനാ? അറിയാമല്ലോ, പുറത്ത് ഇവർ ഫ്രണ്ട്സായിട്ട് അറിയപ്പെടുന്ന 3 വ്യക്തികളാണ്. ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്ത ആദില നൂറെ തോന്നുന്നത് വിളിച്ച് പറയുമെന്ന് ഇവർക്കറിയാം. അപ്പോൾ അങ്ങനെ തെറ്റിദ്ധാരണകൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് ആദിലയുടെ നൂറയുടെ ഗെയിമിനെ അഫക്റ്റ് ചെയ്യും എന്ന് എല്ലാവർക്കും അറിയാമെന്നിട്ടും എന്തിനാ ആദിലേനെ നൂറേനെ ഇവർ കുരുതി കൊടുത്തു? അത് കേട്ട് മാനിപ്പുലേറ്റഡ് ആയി ആ ഫ്രണ്ട്ഷിപ്പ് അവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്ത് ആദിലേയും നൂറേയും തിരിച്ച് കളിക്കാൻ തുടങ്ങി. അനുമോൾക്ക് ഒരുപാട് PR ഉണ്ടെന്നും PR നല്ല രീതിയിൽ പുറത്ത് സപ്പോർട്ട് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തൊട്ട് ആദില കളിക്കാൻ തുടങ്ങി. അത് സഹിക്കാൻ വയ്യ, ഞങ്ങളിവിടെ നിന്ന് ഔട്ടായി പോവുക അനുമോളുടെ PR കാരണം എന്ന ചിന്ത ആദിലേനെ അലട്ടിയാണ് ആദിലെ കൊണ്ട് ഇങ്ങനത്തെ കള്ളങ്ങൾ പറയാൻ അവിടെ പ്രേരിപ്പിച്ചത്. എന്നിട്ട് അവസാനം ആർക്ക് പോയി? ആദിലേക്ക് പോയി. ആദില ഔട്ടായി, നൂറയ്ക്ക് പോയി, നൂറ ഔട്ടായി. ഇവരാരും വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ ആ 3 പേരും കൂടെ നല്ല രീതിക്ക് അവിടെ ഇറങ്ങി. ഫേക്ക് ഫ്രണ്ട്ഷിപ്പാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ എങ്കിലും നല്ല രീതിക്ക് അവിടെ ഇറങ്ങേണ്ട 3 പേരാ ആദില, നൂറ, അനു. 3 എണ്ണത്തെ തെറ്റിച്ച് 3 വഴിയാക്കി മെൻ്റലി ബ്രേക്ക് ഡൗൺ ചെയ്ത് തകർത്ത് തരിപ്പണമാക്കി. എന്താണ് ഇവരുടെ ഉദ്ദേശം? വന്ന് കയറിയവരുടെ അക്ബറിനെ ജയിപ്പിക്കാനോ? ഇവർക്ക് എന്താണ് അതിലോട് നൂറോടുള്ള സ്നേഹം? എന്താണ് ഒരു ഇച്ചിരിയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ അവരോട് നോക്കൂ. അറ്റ്ലീസ്റ്റ് അവരുടെ ഗെയിമിന് വേണ്ടിയിട്ടെങ്കിലും. ഈ ഫ്രണ്ട്ഷിപ്പ് തകർന്നു കഴിഞ്ഞാൽ പുറത്തിറങ്ങുമ്പോൾ ഈ അതിലേക്ക് നൂറയ്ക്ക് നെഗറ്റീവ് വരുമെന്ന് നല്ല വൃത്തിക്ക് അറിയാവുന്ന ആൾക്കാരല്ലേ ആ കയറി വന്നത്. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചത്. ഇതിനെക്കാട്ടും കുറച്ച് കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട് നിലവിലിപ്പോൾ. കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക.